minutes. The estimated hold time is currently 2 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 minutes. The estimated hold time is currently 3 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 ബി എസ് എൻ എല്ലിൻ്റെ ഒരു 5G റെഡി സിം എടുത്തോട്ടോ. സംഭവം ഈ ഒരു എന്താ പറയുക, ഈ ഒരു സിമ്മിൽ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. 2 GB നെറ്റ്, അതേപോലെ തന്നെ അൺലിമിറ്റഡ് കോള്, 1 മന്ത് ഹോൾ ഫ്രീ ആണ്. അപ്പം അവരുടെ ഇതുവരെ ആ ഒരു സിമ്മ് നമുക്ക് ഫോണിൽ ഇട്ടിട്ടും അത് ആക്ടിവേറ്റ് ആയിട്ടില്ല, സർവീസ് ആക്ടിവേറ്റ് ആയിട്ടില്ല. അപ്പോൾ റീചാർജ് ചെയ്യാനാണ് പറയുന്നത്. 2 മണിക്കൂറിന് ശേഷം സിം ഇടാൻ പറഞ്ഞു. സിം അതുപോലെ നമ്മൾ ഇട്ടു, പക്ഷേ അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. ഇതാണ് BSNLൻ്റെ അവസ്ഥ. ഓൾറെഡി ഈ മണ്ണാർക്കാട് ഭാഗത്തൊന്നും ഇപ്പോൾ 5G എന്ന് പറയുന്ന സംഗതി BSNL വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ 4G പോലും എത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മളിപ്പോൾ ഒരു സിമ്മ് ജിയോയിലേക്ക് പോർട്ട് ചെയ്തിരുന്നു BSNLൻ്റെ, പക്ഷേ ഒരു സിമ്മ് കൂടെ എടുക്കാം. അയ്യോ, നമ്മൾ വെയിറ്റിംഗ് തുടങ്ങിയിട്ട് ഒത്തിരി ആയില്ല. എന്ത് പറ്റിയത്? എന്താ ഇങ്ങനെ ഇത്രയും വെയിറ്റിംഗ് വരുന്നുണ്ടോ? എന്തുകൊണ്ടാണ്? ആ, പുതിയ സിമ്മാണ് ഇത്. ഇതെങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യുന്നത്? വെരിഫിക്കേഷൻ ആയിട്ടുണ്ട് സർ, പേയ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് റീചാർജ് അവരുടെ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ടോ? 1 മന്ത് പ്ലാൻ ഫ്രീ പറഞ്ഞിട്ടുണ്ടോ? അത് അവിടെ അവർ ഒരു ഫ്രീഡം പ്ലാൻ ആണ്, അത് ഫ്രീ ആണ്, 1 മന്ത് എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഓക്കെ സാർ, പ്ലാൻ റീചാർജ് ആയിട്ടില്ല. ആ, അതെന്താ അങ്ങനെ ആവാത്ത? ഓട്ടോമാറ്റിക്കലി റീചാർജ് ആകും സാറേ, താങ്കളോട് വെയിറ്റ് ചെയ്താൽ മതി. അതെയോ? എത്ര സമയം എടുക്കും ഏകദേശം? 4 hours ആണ് സർ. 4 hours. 2 hours ആണ് അവർ പറഞ്ഞിരുന്നത് അവിടുന്ന് ഓഫീസിൽ നിന്ന്. 4 hours എടുക്കുമോ? പ്രോസസ് ആണ് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു 4 hours കൂടെ ഒന്നുകൂടെ വെയിറ്റ് ചെയ്ത് നോക്കണം സാർ. ഓക്കെ, അത് കിട്ടിയില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി റീചാർജ് ആകും സാർ, അതുകൊണ്ട് താങ്കളോട് വെയിറ്റ് ചെയ്ത് നോക്കണം സാർ. ഓക്കെ, ഈ 4 hours ശേഷം പിന്നെ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് ചോദ്യം. അത് ആയിട്ടില്ലെങ്കിൽ BSNL ഓഫീസിലാണ് ചോദിക്കണം. അതെ അല്ലേ? അതെ. ഓക്കെ, ഇപ്പൊ ഈ ഓഫീസിൽ ചെല്ലുമ്പോഴേ അവർ ഈ സിമ്മ് തരും. 1 സെക്കൻഡ്. ഹലോ, പറയാ. ആ, ഈ ഓഫീസിൽ ചെന്ന് നമ്മൾ ഈ സിമ്മ്, ഇതിപ്പോൾ ഫ്രീഡം പ്ലാൻ ആണ്, 1 റുപ്പീസിൻ്റെ അല്ലേ, അങ്ങനെയുള്ള ഒരു സംഭവമാണ്. നമ്മൾ ഈ ഒരു സിമ്മ് അന്വേഷിക്കുമ്പോഴേ അവരത് പിന്നെ അവരത്രം അത് അവിടെ ഒരു സിസ്റ്റം ഡൗൺ ആണെന്ന് പറഞ്ഞിട്ട് അവർ തരാൻ ഒരു താല്പര്യമില്ലാത്ത പോലെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഞാൻ ഒന്നുകൂടെ ട്രൈ ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞിട്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് ട്രൈ ചെയ്യിപ്പിച്ചിട്ടാണ് നമുക്ക് ഈ സിമ്മ് തരുന്നത് അവർ. ഇതെന്താ ഇത്രയും സിസ്റ്റം ഈ ഇത് വരാൻ കാരണം? എന്താ ഇഷ്യൂസ്? അത് നമ്മളുടെ ഭാഗത്താണ് നോക്കാൻ പറ്റുന്നത്, ഓഫീസിലാണ് നോക്കാൻ പറ്റുമോ? അത് താങ്കൾ ഓഫീസിലാണ് കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുമോ? അതായത് നിങ്ങൾക്ക് ഇതിൽ ഈ കസ്റ്റമർ കെയറിലൊന്നും റെസ്പോൺസിബിലിറ്റി ഒന്നുമില്ല, നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഒന്നും ഇല്ല അല്ലേ? അല്ല സാർ, നമ്മളുടെ ഭാഗത്ത് സിം ഡീറ്റെയിൽസ് മാത്രമാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും സാർ. ഓക്കെ, അപ്പം നമുക്കിതിപ്പോൾ ആക്ടിവേറ്റ് ആയാൽ ഓക്കെ, ഇല്ലെങ്കിൽ നമ്മൾ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യണം അല്ലേ? അതെ സാർ, 4 hours ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി സാർ, ഓട്ടോമാറ്റിക്കലി റെഡി ആകും സാർ. ഓക്കെ ദെൻ, താങ്ക് യു വെരി മച്ച്. വെൽക്കം സാർ. സംഭവം പുതിയ ഫ്രീഡം പ്ലാനിൽ 1 റുപ്പീസിന് കിട്ടുന്ന BSNLൻ്റെ ഒരു സിം എടുത്താണ് കേട്ടോ. അപ്പോൾ ഈ സിമ്മ് 2 മണിക്കൂറിന് ഉള്ളിൽ ആക്ടിവേറ്റ് ആവുമെന്നാണ് ഓഫീസിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ നമ്മളിപ്പോൾ 2 മണിക്കൂറും കഴിഞ്ഞ് 3 മണിക്കൂർ കഴിഞ്ഞിട്ടും അത് ആക്ടിവേറ്റ് ആയിട്ടില്ല. സിമ്മ് ആക്ടിവേറ്റ് ആയി, പക്ഷേ ഈ പിന്നെ നമ്മളതിൻ്റെ ഒരു കസ്റ്റമർ കെയർക്ക് വിളിച്ചു, കോള് പോകുന്നില്ല, കോള് റിസീവ് ചെയ്യാനും പറ്റുന്നില്ല, കോള് നമുക്ക് സെൻഡ് ചെയ്യാനും പറ്റുന്നില്ല. അപ്പം ഇൻ്റർനെറ്റ് ഒന്നും അവൈലബിൾ അല്ല. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ BSNLൻ്റെ കസ്റ്റമർ കെയർക്ക് വിളിച്ചു. 1503 വിളിച്ചപ്പോഴും അവർക്ക് ഇതിനെപ്പറ്റി കാര്യമായിട്ട് ഒരു പിടിയില്ല, വെയിറ്റ് ചെയ്യാനാണ് പറയുന്നത്. ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അവർ വീണ്ടും വെയിറ്റ് ചെയ്യാൻ പറയുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെന്നാണ് പറയുന്നത്. അതായത് ഈ ഓഫീസിൽ നിന്ന് ഈ ഒരു ഫ്രീഡം പ്ലാൻ അവർ ആക്ടിവേറ്റ് ചെയ്യണം.
അപ്പോൾ ആക്ടിവേറ്റ് ചെയ്ത് ചിലപ്പോൾ ക്യൂവിലായിരിക്കും, അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇതാണ് BSNL ഒരുപാട് പിറകിലേക്ക് പോകാനുള്ള കാരണം എന്തെന്നുള്ള നമ്മൾ കസ്റ്റമേഴ്സ് പലരും ചോദിക്കുന്നില്ലേ, ഗവൺമെൻറ് സംവിധാനമാണ് ഇതെന്തുകൊണ്ട് പിറകിലോട്ട് പോകുന്നു, ഇനിയും 5G ആയിട്ടില്ല, 4G പോലും ഇപ്പോൾ നമുക്ക് കിട്ടുന്നില്ല, 3G സിഗ്നൽ പോലും പലയിടത്തും ലഭ്യമല്ല, എന്തുകൊണ്ട് എന്നുള്ളത് ഇപ്പോൾ മനസ്സിലായല്ലോ. ഇതിൻ്റെ ടെക്നിക്കൽ ടീമും ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പറയുക സിസ്റ്റംസും മറ്റുള്ള ഇൻസ്റ്റാൾ ചെയ്യേണ്ട കാര്യങ്ങളും ഒന്നും പ്രോപ്പറായിട്ടൊന്നും നടക്കുന്നില്ല. ഗവൺമെൻറ് സംവിധാനം എന്താ പറയുക പിന്നിലോട്ട് പോയാലേ പ്രൈവറ്റ് സെക്ടറിൽ മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അല്ലേ. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതിനെ ഇങ്ങനെ പിടിച്ചു വച്ചിരിക്കുന്നത്. എന്ത് കഥയാണ്, ആലോചിച്ച് നോക്കിയേ. ഇതാണ് നാടിൻ്റെ അവസ്ഥ. അപ്പോൾ നാടിൻ്റെ നമ്മുടെ സ്വന്തം നമ്മുടെ ജനം കരം കൊടുത്ത് അവിടെ ഒരു കമ്പനി നടത്തുന്ന ഒരു എന്താ പറയുന്ന BSNL എന്ന കമ്പനി നടത്തുന്ന ഒരു സംഭവം അത് ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ് പറയാൻ കഴിയുക. ഇതിങ്ങനെ പരാതി പറയാൻ മാത്രം, അല്ലാതെ വേറെന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനില്ല.